മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായി അവലംബിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ ഗ്രന്ഥം എഴുതിയ മുസന്നിഫ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഹദീസ് തേടിക്കൊണ്ടുള്ള യാത്രയാണ്. സീറത്തുൽ ഇമാമിൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ ചരിത്രം. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു. അതിനിടയിൽ ഇമാം അവരുടെ കയ്യിലുണ്ട് 1000 സ്വർണ്ണ നാണയമുള്ള ഒരു സഞ്ചിയുണ്ട്. ആ വിവരം കൂടി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. യാത്ര എങ്ങനെ തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങി. അദ്ദേഹം വിളിച്ചു പറയുന്നു, എന്റെ കയ്യിൽ 1000 സ്വർണ്ണ നാണയമുള്ള ഒരു സഞ്ചി ഉണ്ടായിരുന്നു, അത് കാണാനില്ല. അദ്ദേഹം പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കപ്പലിലെ ജീവനക്കാരെല്ലാം ഓരോ യാത്രക്കാരനെയും പരിശോധിക്കാൻ തീരുമാനിച്ചു. 1000 സ്വർണ്ണ നാണയമുണ്ട്, ചെറുതായിട്ടൊന്നും പോക്കറ്റിലൊന്നും വെക്കാൻ പറ്റില്ല, 1000 ആണല്ലോ. ആ സമയത്ത് എന്തായാലും കള്ളനെ പിടികൂടാമെന്ന് കരുതി എല്ലാവരും പരിശോധന ആരംഭിച്ചു. അതിനിടയിൽ ഇമാം അവർകൾ 1000 സ്വർണ്ണ നാണയമുള്ള സഞ്ചി മെല്ലെ കടലിലേക്ക് എറിയുന്നു. ജീവനക്കാർ ഓരോ വ്യക്തികളെയും പരിശോധിച്ചു. ആരുടെ കയ്യിലും സ്വർണ്ണ നാണയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം കളവ് പറയുന്നവനാണെന്ന് മനസ്സിലാക്കി എല്ലാവരും കൈകാര്യം ചെയ്തു. കപ്പൽ ഡെസ്റ്റിനേഷനിലെത്തി. യാത്രക്കാരെല്ലാം ഇറങ്ങി. ആ സമയത്ത് ഇദ്ദേഹം പതുക്കെ കൂടി ഇമാം അവരുടെ കൂടെ കൂടി. ഉടുപ്പില്ലല്ലോ, നാളെന്തെങ്കിലും നടക്കുന്നുണ്ടാവാ. പതുക്കെ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു ആ സ്വർണ്ണ നാണയം? ഇമാം അവர்கள் പറഞ്ഞു, ഞാനത് കടലിലേക്ക് ഇട്ടുകളഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇടാൻ കഴിയും ഇത്രയും വലിയ സ്വത്ത്? നിങ്ങൾ എങ്ങനെ കടലിലേക്ക് ഇട്ടു? ആ സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഓ വിഡ്ഢി, എന്റെ ജീവിതം മുഴുവനും ഞാൻ ഒഴിഞ്ഞു വെച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിയാണ്, ഹദീസ് ശേഖരിക്കാൻ വേണ്ടിയാണ്. ഞാൻ എങ്ങാനും തെറ്റിദ്ധരിക്കപ്പെട്ടാൽ പിന്നെ എന്നിലുള്ള വിശ്വാസം ലോക ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അത് വലിയ നഷ്ടമാണ്. 1000 സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടാലും എന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കൽ എന്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസും ഒരാളും വിശ്വസിക്കുകയില്ല. ബുദ്ധിയുള്ളവർക്ക് മഹാന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. വിശ്വാസം കീപ്പ് ചെയ്യാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവർ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു എന്ന് മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പരസ്പരമുള്ള വിശ്വാസം കുറഞ്ഞ കാലഘട്ടമാണ്. ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ, മുനാഫിഖിന്റെ അടയാളങ്ങൾ 3 എണ്ണമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇദാ ഹദസ കദബ വ ഇദാ വഅദ അഖലഫ വ ഇദാ തുമിന ഖാന. സംസാരത്തിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും, കരാർ ചെയ്താൽ അത് ലംഘിക്കും. അതുപോലെ വിശ്വസിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ചതിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏറ്റെടുക്കുന്നു, കൊടുക്കാൻ കഴിയാത്തത് ഏറ്റെടുക്കരുത്, ഏറ്റെടുത്തത് കൊടുക്കാതിരിക്കാനും പാടില്ല. പല സമയത്തും പിരിവിന്റെ സമയത്ത് നമ്മൾ ഞാൻ 1000 വെച്ച് തരാം, 500 വെച്ച് തരാം, ഞാൻ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് ഏൽക്കുന്നു. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനെ ഏൽക്കണം? കഴിയുന്നത് ഏറ്റാൽ മതി. ഏറ്റത് ഉടനെ രേഖപ്പെടുത്തണം. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും. നാം എവിടേക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഏറ്റെടുത്തു. വെറുതെ ആവശ്യമില്ലാതെ ഏറ്റെടുക്കേണ്ടതില്ല. നമുക്ക് കഴിയുമോ എങ്കിൽ ഏറ്റെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസം വലിയ വിഷയമാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ മരണപ്പെടുന്ന സമയത്ത്
അബൂ ഹനീഫ ഇമാമിന്റെ അരികിൽ 50,000-ഓളം അമാനത്ത് സ്വത്തുണ്ടായിരുന്നു. അത്രയും വലിയ മഹാനായ വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. വിശ്വാസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ശവ്വാൽ 15-നാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച. അല്ലാഹു തആല അവിടുത്തെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനായിരുന്നു. മനാഖിബു ലൈമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇമാം അവറുകൾ ഒരിക്കൽ ബിസിനസിന് വേണ്ടി നടന്നു പോവുകയാണ്. ആ സമയത്ത് വലിയ മഹാനായ ഇമാം ഷഅബി റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുന്നു. വിളിച്ചു ചോദിച്ചു, ഇലാ മൻ തഖ്തലിഫു, നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് പറഞ്ഞു, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്, ബിസിനസ് ആവശ്യമായി കൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഷഅബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു വല്ല പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് പോവുകയായിരിക്കും, മാർക്കറ്റിലേക്കാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഉടൻ തന്നെ ഇമാം അവറുകൾ പറയുന്നു, ഞാൻ പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് പോകൽ വളരെ കുറവാണ്. ഷഅബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരെ ലാസിമാക്കണം, നിങ്ങളിൽ പല ഹറകത്തുകളും പല ഉണർച്ചകളും ഞാൻ കാണുന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, വഖഫി ഖൽബിഹി മിൻ ഖൗലിഹി, അദ്ദേഹത്തിന്റെ വാക്ക് എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ഞാൻ അതുമുതൽ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകാൻ തുടങ്ങി. എന്റെ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് പഠനത്തിലേക്ക് ഇറങ്ങുന്നു. ഹമ്മാദ് ഇബ്നു അബീ യൂസുഫ് ഹമ്മാദ് ഇബ്നു അബീ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ 22-ാമത്തെ വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഓതുന്നു. 18 വർഷം ദർസ് ഓതുന്നു. അതിനിടയിൽ 4000-ഓളം പണ്ഡിതന്മാരുമായി ഇടപഴകുന്നു. 4000 പണ്ഡിതന്മാരിൽ നിന്നും ഇൽമു നുകരുന്നു. ബിസ്അർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഒരിക്കൽ ഞാൻ ഇമാമിന്റെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അതാ ഇമാം അവറുകൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ദർസ് നടത്തുകയാണ്. മുഹദ് വരെ അത് നീണ്ടുപോയി. മുഹദ് നിസ്കാരത്തിന് ശേഷം വീണ്ടും ദർസ് നടത്തുന്നു. അസർ വരെ നീണ്ടുപോയി. അതിനുശേഷം അസറിന് ശേഷം ഇരിക്കുന്നു. മഗ്രിബ് വരെ നീണ്ടുപോകുന്നു. മഗ്രിബ് മുതൽ ഇശാ വരെ നീണ്ടുപോകുന്നു. ഞാൻ മനസ്സിൽ കരുതി, ഇനി എപ്പോഴാണ് ഇനി വേറെ ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടാവുക? ഈ ഇബാദത്ത് ചെയ്യുമോ? ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. ഞാൻ നിരീക്ഷിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇശാഇന് ശേഷം അങ്ങ് കൈകെട്ടി സുബഹി വരെ നിസ്കരിക്കുന്നു. പിറ്റേ ദിവസവും ഞാൻ നോക്കുമ്പോൾ വീണ്ടും ദർസ് തുടങ്ങി. ഇശാ വരെ വീണ്ടും ഇശാഇന് കൈകെട്ടുന്നു, സുബഹി വരെ. ഇങ്ങനെ ദിവസങ്ങളോളം ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, മരണം വരെ ഈ മഹാന്റെ കൂടെ കൂടണമെന്ന് തീരുമാനിച്ചു. വിജയിച്ച ഒരാളും വിജയിച്ചിട്ടില്ല. വിജയിച്ച ഒരാളുടെ കൂടെ കൂടിയിട്ടല്ലാതെ അല്ലാഹു നമുക്ക് വിജയിച്ചവരുടെ കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആ ബിസ്അർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടുന്നു. വർഷങ്ങൾക്ക് ശേഷം സുജൂദിൽ ആ ഇമാമിന്റെ പള്ളിയിൽ കിടന്നുകൊണ്ട് വഫാത്താകുന്നു. അസദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനാഖിബുൽ അഇമ്മയിൽ കാണാം, 40 വർഷം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് തന്നെയാണ് സുബ്ഹി നിസ്കരിച്ചത്. ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവനും ഓതാറുണ്ട്. മാത്രമല്ല വഫാത്താകുന്നത് 7000 ഖത്മ തീർത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. 7000 ഖത്മ തീർത്ത സ്ഥലം. നമ്മൾ ഒരു ദിവസം ഒരു ഖത്മ തീർത്താൽ ഒരു വർഷത്തിൽ 365 ഖത്ം. 10 വർഷത്തിൽ 3650. അപ്പോൾ 7000 ഖത്മ തീർക്കണമെങ്കിൽ ഏകദേശം 20 years ഡെയിലി ഒരു ജുസ്അല്ല ഒരു ഖത്മ വെച്ച് തീർക്കേണ്ടി വരും. അത് ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് 7000 ഖത്മ തീർത്തിട്ടാണ് മരിച്ചത്. അല്ലാഹു തആല ഖുർആനുമായി ചെറിയ ബന്ധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അവരുടെ പ്രത്യേകതയായിട്ട് 4 സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. സിയർ അലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഒന്നാമതായിട്ട് പറയുന്നത് ദീർഘമൗനിയായിരുന്നു, അധികം സംസാരിക്കാറില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, മൻ തമ്മ അഖ്ലുഹു ഖല്ല കലാമുഹു. ഒരു തന്റെ ബുദ്ധി പൂർണ്ണമായി കഴിഞ്ഞാൽ അവന്റെ സംസാരം കുറയും. മുത്തനബി തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുൽ മുഅ്മിന സഖൂതൻ വഖൂറൻ ഫദ്നു മിൻഹു ഫഇന്നഹു യലഖൽ ഹിക്മ.
ഒരു മുഅ്മിനായ വ്യക്തിയെ നിങ്ങൾ നല്ല ഗാംഭീര്യത്തോടുകൂടി സംസാരം കുറഞ്ഞവനായി കാണുന്നുണ്ടെങ്കിൽ അവന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നിരിക്കുക. അവനിക്ക് അല്ലാഹു തആല ഹിക്മത്ത് നൽകപ്പെടുന്നുണ്ട്. മുത്തനബി പറയുന്നു, മൻ സ്വമത നജ, മിണ്ടാതിരുന്നവൻ വിജയിച്ചു. എല്ലാവർക്കും കഴിയില്ല, മിണ്ടാനുണ്ടായിട്ടും മിണ്ടാതിരിക്കുക. കാണാം 20ഓളം ഹെഡിങ്ങിൽ സംസാരത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് 20 ഹെഡിങ്ങിൽ വലിയ എക്സ്പ്ലനേഷൻ കാണാം. ദിവസങ്ങളോളം അതിനെ കുറിച്ച് പറയണം. ഇമാം അവരുടെ പ്രത്യേകതയായി പറയുന്നത് ദീർഘമൗനിയായിരുന്നു, മാത്രമല്ല വലിയ ബുദ്ധിയായിരുന്നു. മനാഖിബിൽ തന്നെ കാണാം ഇമാം അവരുടെ ബുദ്ധിയെ കുറിച്ച് പറയുന്നത്, ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പകുതി ബുദ്ധി ഒരു തട്ടിൽ വെക്കുക. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി ഒരു തട്ടിൽ വെച്ചാൽ ഇമാം അവരുടെ ബുദ്ധി താഴ്ന്നു പോകും. അത്രയും വലിയ ബുദ്ധിയായിരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് വലിയ ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് വലിയ ചിന്തയുള്ളയാളായിരുന്നു. നാലാമതായിട്ട് പറയുന്ന പ്രത്യേകത ജനങ്ങളോട് സംസാരം വളരെ കുറഞ്ഞവരായിരുന്നു. ദീർഘമൗനമുള്ളത് കൊണ്ട് സംസാരം കുറഞ്ഞു വിടണമെന്നില്ല. തുറന്നാ പിന്നെ കൂടുതൽ അങ്ങനെ ആൾക്കാർ അതങ്ങനെയല്ല, ആവശ്യത്തിന് സംസാരിക്കുന്നവരായിരുന്നു. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഹുബ്ബായിരുന്നു. വീട്ടിൽ ഒരുപാട് പറയാനുണ്ട്. മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മതം നമുക്ക് മേടിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ആണ്ടിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. മിനർ റഹ്മാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഒരിക്കലും ഒരു ഖസീദ എഴുതി, ഖസീദത്തുൻ നുഅ്മാനിയ എന്ന് പറയുന്ന ഖസീദ എഴുതി ആരും കാണിക്കാതെ കയ്യിൽ വെച്ചുകൊണ്ട് മദീനത്തേക്ക് പോയി. അല്ലാഹു തആല നമുക്ക് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനയിലേക്ക് അങ്ങെത്തുമ്പോൾ മദീനയുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്നുകൊണ്ട് മുഅദ്ദിൻ ഈ ഖസീദ പാടുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. ആരും കാണിക്കാതെ എഴുതിയതായ ഖസീദത്തുൻ നുഅ്മാനിയ തന്റെ കൈവശമുണ്ട്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയി ചോദിച്ചു, ലിമൻ ഹാദിഹിൽ ഖസീദതു, ഇത് ആരുടെ ഖസീദയാണ്? അദ്ദേഹം പറഞ്ഞു, ലി അബീ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇത് അബൂ ഹനീഫ എന്നവരുടേതാണ്. അപ്പൊ ചോദിച്ചു, അതഅരിഫുഹു, നിങ്ങൾ അദ്ദേഹത്തെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, അമ്മൻ അഖദഹു, നിങ്ങൾക്ക് ആരാണ് ഈ കവിത തന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അറിയുകയില്ല. ഞാൻ ഇന്നലെ എന്റെ സ്വപ്നം കണ്ടിരുന്നു. അതിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ഖസീദ ചൊല്ലിക്കൊടുക്കുന്നത് ഞാൻ കേട്ടു. ഉടൻ തന്നെ കാണാപാഠം പഠിച്ചുപോയി. അത്രയും വലിയ മഹാനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു പോയി. ഖസീദത്തുൻ നുഅ്മാനിയ നമുക്ക് കിട്ടും, നമ്മളെ നെറ്റിലടിച്ചാൽ കിട്ടും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അത് ചൊല്ലാൻ ശ്രമിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും നമ്മൾ പൂർണ്ണമായിരിക്കുന്നു ഓതിപ്പോകുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഴയില്ലാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്. നമുക്കെല്ലാം ചൂട് കൂടിയിരിക്കുന്നു, ഹ്യൂമിഡിറ്റിയാണ് കൂടിയിരിക്കുന്നത്, പുഴുക്കമാണ് കൂടിയിരിക്കുന്നത്. കേരളം മുഴുവൻ കൂടിക്കഴിഞ്ഞു. ഇനിയുള്ള കാലാവസ്ഥ അങ്ങനെയാണെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പേടിക്കാനാണ്, ഉണ്ടാവാൻ സാധ്യത കുറവാന്ന് പറഞ്ഞു. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറാ. നാം ചെയ്യേണ്ടത് സെൽഫായിട്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് നാം അന്നാനെ കണ്ടിട്ട് അന്നാനായത് ഞാനും ഇസ്തിഗ്ഫാർ ചെയ്യാൻ മഴ പെയ്യോ? നീ ചെയ്യാൻ തന്നെ ചെയ്തോളി, അത്രയും നാം മതി. അള്ളാഹുവിന്റെ ഇടയിൽ നമുക്ക് പറയാല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുക, അഥവാ നമ്മളും ചെയ്യുക. നമ്മളെ ദോഷം പുറത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല മഴ തരും. ഇസ്തിഗ്ഫാർ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് മഴ തരും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മഴ ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇന്ന് എല്ലാവരും എന്ത് ചെയ്യുക? പോകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഒരു 100 വട്ടമെങ്കിലും. നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ ഞാൻ ഇതിലേക്ക് സമയം കളയുന്നില്ല. നിങ്ങൾ പോണ വഴിക്ക് വീട്ടിൽ പോയിരുന്നാൽ 100 ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് 1000 10,000 എല്ലാം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ള സ്ഥലങ്ങളിൽ മഴ കൂടിയിട്ട് പ്രയാസമാണ്. അല്ലാഹു തആല നമുക്ക് വേണ്ട മഴ വേഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മഴ നൽകണേ അല്ലാഹ്. പാവപ്പെട്ട കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. റഹ്മാനായ റബ്ബേ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫضل കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത്
ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മടവൂർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മഴ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വേഗത്തിൽ ഞങ്ങൾക്ക് വേണ്ട മഴ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് കേട്ടത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖുതുബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നടപ്പെട്ടു പോയവർക്ക് മഹ്ഫിറത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.